വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 10ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ത്രികോണപ്പരപ്പ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ. അതിൻ്റെ 1ഉം 2ഉം പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ, പാർട്ട് 3 ലാസ്റ്റ് പാർട്ടാണ്. ഇതിനകത്തിൽ ഞാൻ ഒരുവിധം എല്ലാം എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. നമ്മൾ ഇനിയും പഠിക്കാനുള്ളത് നമ്മുടെ മലയാളം മീഡിയത്തിൻ്റെ ടെസ്റ്റ്. ഞാൻ ഓരോ ടെസ്റ്റ് നോക്കിയപ്പോൾ ഓരോന്നാണ് കൊടുത്തേക്കുന്നത്. മലയാളം മീഡിയത്തിൻ്റെ ടെസ്റ്റിൽ 142ാമത്തെ പേജാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഏതാണെന്ന് എനിക്കറിയില്ല കുഞ്ഞുങ്ങളെ, നോക്കുക. അപ്പോൾ അതിനകത്തിലെ സമാന്തര വരകൾ, പാരലൽ ലൈൻ, പേജ് ഏത് നമ്പർ ഏതോ ആയിക്കോട്ടെ അല്ലേ, നമുക്ക് നോക്കിക്കോ നിങ്ങളെ. അതിനകത്തിൽ സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് അങ്ങനെ അത് കണ്ടല്ലോ നിങ്ങൾ, നോക്കിക്കേ. ഒരു വശം 8 സെൻറ്റിമീറ്റർ, പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഈ ചതുരശ്ര സെൻറ്റിമീറ്റർ വെച്ചാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ. ഒരു വശം തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്ററും അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളം എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ ഈ പരപ്പളവ് നോക്കി നോക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ കേട്ട് ഞെട്ടുണ്ടാവും നിങ്ങളെ. അതായത് സൈഡ്, ഒരു വശം എന്ന് വെച്ചാൽ 1 സൈഡും തന്നിട്ടുണ്ട്, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് മാത്രമൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ത്രികോണം വരയ്ക്കും ഇല്ലേ? ഒരു ത്രികോണം വരയ്ക്കാനല്ലേ നമ്മളോട് പറഞ്ഞത്, എങ്ങനെ വരയ്ക്കും കുഞ്ഞുങ്ങളെ? അപ്പോൾ എന്താ, നമ്മൾ അതിൻ്റെ ഇക്വേഷൻ അങ്ങ് അറിഞ്ഞാൽ മതി കേട്ടോ. എന്താ, ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ പരപ്പളവ് കാണുന്നുള്ള ഇക്വേഷൻ അങ്ങ് പഠിക്കുക. എന്താ, 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. നമുക്കതറിയാമല്ലോ, നമ്മൾ നേരത്തെ 1ഉം 2ഉം പാർട്ടിൽ ഇത് ഒത്തിരി കണക്ക് ചെയ്തതാണ്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? കേട്ടോ, ഇതിൻ്റെ ഒരുപാട് കണക്ക് നമ്മൾ ചെയ്തതാണ്. എന്താ, ട്രയാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ, 3 സൈഡിലൂടെ കൂട്ടി വെച്ചാൽ മതി. കൂട്ടി വെക്കുന്നതാണ് ചുറ്റളവ് അല്ലെങ്കിൽ എന്താ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇതെന്താ, പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ് 8 മാത്രമേ തന്നിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ നല്ലപോലെ കേൾക്കണേ. ഏരിയയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇക്വേഷൻ ആദ്യം എഴുതാം. എന്താ നിങ്ങളെ, ഏരിയ ഓഫ് ട്രയാങ്കിള് 1/2 ഇൻറ്റു ബി എച്ച്. ബി എച്ച് എന്ന് വെച്ചാൽ ബി ഇൻറ്റു എച്ച് ആണ്. നിങ്ങൾ ഈ ബി ഇൻറ്റു എച്ച് എന്ന് തന്നെ അങ്ങ് പഠിച്ചു, അപ്പോൾ നമുക്ക് തെറ്റത്തില്ല കേട്ടോ. എന്താ നിങ്ങളെ, 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ നമുക്ക് അത് എത്ര തന്നിട്ടുണ്ട് നമ്മുടെ, അതായത് ഏരിയ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന്, സൈഡും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അവർ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 12 ഉണ്ടെന്ന് തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പം നമ്മൾ എങ്ങനെ എഴുതും, ബി എന്ന് വെച്ചാൽ എന്താണ്, ബേസ് അല്ലേ, പാദം. മലയാളം എന്താ നിങ്ങളെ, പാദം എന്ന് വെച്ചാൽ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ എന്താണ് ബേസ് ആയിട്ട് അല്ലെങ്കിൽ പാദമായിട്ട് അങ്ങ് എടുക്കുക. എന്താ, അല്ലെങ്കിൽ ഹൈറ്റ് അല്ലേ വരേണ്ടത്, ബി ഇൻറ്റു എച്ച് അല്ലേ, എച്ച് ഹൈറ്റ് എന്ന് നമുക്ക് തന്നാത്തതുകൊണ്ട് നമ്മൾ എച്ച് അതുപോലെ തന്നെ അങ്ങ് എഴുതുക. അപ്പം നമ്മൾ എങ്ങനെ എഴുതും, 1/2 ഇൻറ്റു ബി എന്ന് വെച്ചാൽ ബേസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു സൈഡ് തന്നിട്ടുണ്ട്, അത് നമ്മൾ എന്താ ബേസ് ആയിട്ട് എടുത്തു, ഇൻറ്റു എച്ച് ഈസിക്കൽ ടു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിന് സംശയമില്ലല്ലോ. ഇനി എന്താണെന്നറിയോ, 1/2 ഇൻറ്റു ഈ 8ഉം 2ഉം കൂടി വെട്ടി ചെയ്യുക, എളുപ്പമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്താ ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ. അപ്പം നമുക്ക് വെട്ടി ചെയ്യാൻ എളുപ്പമുണ്ട്. 8ഉം 2ഉം കൂടി അങ്ങ് വെട്ടാം. എന്താ, 1 2 2 4 2 8 വെട്ടി ചെയ്യാൻ അറിയാവോ കുഞ്ഞുങ്ങളെ. അതായത് 1/2 ഇൻറ്റു 8 എന്നുള്ളതിനെ നമ്മൾ, അതായത് 8/2 എത്ര, 4 അല്ലയോ. ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ 1 ഇൻറ്റു 8 8 8/2 4 അറിയാമല്ലോ. 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 4. ഈ അറിയാവുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നു കുഞ്ഞുങ്ങളെ. ചില കുട്ടികൾക്ക് എന്താ ഇത് ചിലപ്പോൾ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്നും കൂടി അങ്ങ് എടുത്ത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അറിയാവുന്നവരൊന്ന് ക്ഷമിച്ചേക്കണേ. ഇനി ഇൻറ്റു എച്ച് നമുക്ക് തന്നിട്ടില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈസിക്കൽ ടു 12. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എന്തോ ഉണ്ട് ഇവിടെ, 1 ഇൻറ്റു 4 പിന്നെ ഒരു എച്ച്, ഈ 12. അപ്പോൾ 4 ഇൻറ്റു എച്ച് ഈസിക്കൽ ടു 12 എന്ന് വന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കുക. ഹൈറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അപ്പോൾ അത് കണ്ടുപിടിക്കുകയാണ്. നോക്കിക്കേ, ഈ 4 വന്നതിന് അറിയാമല്ലോ, 4. അപ്പോൾ 4 ഇൻറ്റു എച്ച് ഈസിക്കൽ ടു 12. അപ്പോൾ നമ്മൾ എച്ച് ഈസിക്കൽ ടു, കാരണം ഹൈറ്റ് ഈസിക്കൽ ടു ഈക്വൽ കഴിഞ്ഞിട്ടുള്ളതാണ് കുഞ്ഞുങ്ങളെ ആദ്യം എഴുതേണ്ടത് ഏത് കണക്കിലും കേട്ടോ. എച്ച് ഈസിക്കൽ ടു 12/4 ഈസിക്കൽ ടു 3 സെൻറ്റിമീറ്റർ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അത് നല്ലപോലെ ഒന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഹൈറ്റ് കിട്ടി. മനസ്സിലായോ? ഈ ഒരെണ്ണം പഠിക്കാമെങ്കിലേ നമുക്ക് ഇനിയുള്ള കണക്കുകളെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. മനസ്സിലായോ നിങ്ങളെ? ഈ ഒരെണ്ണം അതേ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ളത് ഇച്ചിരി സ്പീഡിൽ പോകും, കാരണം ഇത്രയും കണക്കുകളുള്ളത് കൊണ്ട് ഇതങ്ങ് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഒരു സൈഡ് തന്നിട്ടുണ്ട്, ഏരിയയും തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹൈറ്റും കണ്ടുപിടിച്ചു. ഓക്കെ ആണോ? ഇത് നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താ, പാരലൽ ലൈൻ എന്നുള്ളതിൻ്റെ കണ്ടോ, ഈ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങളെ. ഇതാണ്. അപ്പം നമുക്ക് ഹൈറ്റ് കിട്ടി എത്ര കുഞ്ഞുങ്ങളെ, 3 സെൻറ്റിമീറ്റർ നമുക്ക് ഹൈറ്റ് കിട്ടി. 3 ആണേ. ഓക്കെ, ഇനി അതിനെ എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കിയേ. നമ്മൾ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാം. 8 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ബേസ് വരയ്ക്കുക അല്ലെങ്കിൽ പാദം വരയ്ക്കുക. 8 സെൻറ്റിമീറ്റർ നീളത്തിൽ സ്കെയിലിൽ എടുക്കുക. നിങ്ങൾക്ക് കാണാൻ
കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? നമ്മൾക്കിപ്പോൾ മൊബൈലല്ലേ എടുക്കുന്നത്, ഇത്രയും ഫോക്കസ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സെൻറ്റിമീറ്ററൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ? 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ, 8 കണ്ടോ, കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ നമ്മൾ ആർക്കൊക്കെ വരയ്ക്കുമ്പോഴേ ഇച്ചിരി നമുക്ക് കിട്ടാതെ വരും. ഓക്കെ, 0 മുതൽ 8 സെൻറ്റിമീറ്റർ എടുത്തു, അതിന് സംശയമില്ലല്ലോ. ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് വെച്ച് ഈ 8 സെൻറ്റിമീറ്ററിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് നമുക്ക് മേപ്പോട്ട് വെച്ചിട്ട് ഇത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കാമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? കറക്റ്റായ മെഷർ കിട്ടാൻ വേണ്ടി സെറ്റ് സ്ക്വയർ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ വരയ്ക്കുമ്പോൾ നമ്മൾ സ്കെയിൽ ചിലപ്പോൾ ഇങ്ങനെ ചരിഞ്ഞൊന്നും പോകാതിരിക്കാൻ വേണ്ടി സെറ്റ് സ്ക്വയർ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുമ്പം കേട്ടോ, നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യേണ്ട കറക്റ്റായിട്ട് കിട്ടുമെന്നാണ്, അതിനാണ് ഈ സെറ്റ് സ്ക്വയർ കണ്ടുപിടിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഒരു 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എത്ര നമുക്ക് കിട്ടിയത്? 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, 3 കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? 0 മുതൽ 3 വരെ കാണാൻ പറ്റുമോ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വരയ്ക്കുന്നത്. 0, 0 to 3 സെൻറ്റിമീറ്റർ കണ്ടോ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? 3 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി എന്താണെന്നറിയോ? ഇനി ഒന്നും ചെയ്യേണ്ട, നമ്മൾ സ്കെയിലോ ഇത് വെച്ച് എന്ത് ചെയ്യുക? ഇതിനെ ഈ 2 കോർണർ തങ്ങളിൽ എന്ത് ചെയ്യുക? നിങ്ങളെ കൂട്ടി യോജിപ്പിക്കുക. ഈ 8ൻ്റെ ഇവിടെ നിന്ന് ഞാൻ ഈ പേന വെച്ച് വരയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് തെളിയിച്ച് കാണാൻ വേണ്ടി. ഒരിക്കലും പേന വെച്ച് നിങ്ങൾ വരയ്ക്കരുത്, കാരണം എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ മായ്ക്കാൻ പാടാണ്. ഞാനിതെന്താ പെൻസിൽ വെച്ചാകുമ്പോൾ നിങ്ങൾക്ക് തെളിച്ചം കിട്ടത്തില്ലെന്ന് വിചാരിച്ചാണ് പേന വെച്ച് വരയ്ക്കുന്നത് കേട്ടോ. നോക്കൂ നിങ്ങളെ, 2 കറക്റ്റായിട്ട് കേട്ടോ, ഇച്ചിരി സമയം എടുത്തായാലും കറക്റ്റായിട്ട് വേണം വരയ്ക്കാൻ. ആ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ കണ്ടോ, ഇതാണ് സംഭവം. അതായത് നമുക്ക് എച്ച് കണ്ടുപിടിച്ചു. നമ്മൾ എത്ര നിങ്ങളെ 3 സെൻറ്റിമീറ്റർ എച്ച് കണ്ടുപിടിച്ചു. ബേസ് മീൻസ് പാദം നമ്മൾ കണ്ടുപിടിച്ചു. എത്ര? 8 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ഹൈറ്റും കിട്ടി, ഹൈറ്റ് കിട്ടി, നീളം കിട്ടി, ഏരിയ. ഇപ്പം ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം. ഞാൻ നിങ്ങളെ കാരണം മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഇതൊന്ന് പറഞ്ഞു തന്നതാണ്, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ ഇവർ ടെസ്റ്റിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാമോ? എങ്ങനെയാണെന്നറിയാമോ? ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമുക്ക് ഈ തന്നിരിക്കുന്ന 8 സെൻറ്റിമീറ്ററിൽ ഹൈറ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. മനസ്സിലായോ? ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നല്ലേ, അതിൻ്റെ നേരെ മേപ്പോട്ട് വരയ്ക്കും. നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കാൻ. നിങ്ങൾ എപ്പോഴും സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കണം. 3 സെൻറ്റിമീറ്റർ ഇവിടുന്ന് നേരെ മേപ്പോട്ട് വരയ്ക്കുക. മനസ്സിലായോ? 3 സെൻറ്റിമീറ്റർ, കാരണം ഹൈറ്റ് 3 പറയുന്നത് അല്ലേ? ഹൈറ്റ് 3 അണ്ടേ, 3 കണ്ടോ. അവിടെ നിന്നും നമ്മുടെ എൻഡ് പോയിന്റ് ഇവിടോട്ട് കണ്ടോ, മനസ്സിലായോ? ഇനി നമുക്ക് ഹൈറ്റ് ഇവിടെ ഒരു 3 കൊടുത്ത് നോക്കാന്നുണ്ട്. 3 സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കെയിലൊന്നും വളഞ്ഞു പോകാതെ കറക്റ്റായ മെഷർ കിട്ടുന്നതിനാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തില്ല. നോക്കിക്കേ, അങ്ങേ മൂലയിൽ നിന്ന് ഇങ്ങേ മൂലയിലോട്ട് വരച്ച് ഇതിനകത്തിൽ അതായത് ഹൈറ്റ് 3 ബേസ് 8 തെളിഞ്ഞില്ലേ? കണ്ടോ നിങ്ങളെ? ഇത് നിങ്ങളുടെ ടെസ്റ്റിലെ ഈ പടമാണ്. മനസ്സിലായോ? ഈ പടം ഇത് കളർ ചെയ്തൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റ് ഇത് തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾ കളർ കൊടുക്കണേ, നിങ്ങൾ വരച്ചിട്ട് കളർ കൊടുക്കണം. കണ്ടോ? ഇനി എന്താ പറയുന്നത്? നമ്മളോട് പറഞ്ഞ എന്താ നിങ്ങളെ പറഞ്ഞത്? സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നറിയോ? ഇതിൻ്റെ നമ്മളെല്ലാം 3 എടുത്തത്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കലത്തെ അളവുകളെല്ലാം എന്തായിരിക്കും? കറക്റ്റായിട്ടായിരിക്കും വരുന്നത് കേട്ടോ. സമാന്തര രേഖകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ തങ്ങളിൽ കൂട്ടിമുട്ടത്തില്ല. ആരൊക്കെ തങ്ങളിലാ? അതിൻ്റെ ഓപ്പോസിറ്റ്. ഇതിങ്ങനെ നമുക്ക് നീട്ടി അങ്ങ് വരയ്ക്കാം. എങ്ങനെയാവും നിങ്ങളെ? ഈ വരയും ഒരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ പാരലൽ ലൈൻ അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറഞ്ഞത്. എന്താണെന്നറിയാമോ? ഇത് നോക്കി, നമ്മൾ 3 സെൻറ്റിമീറ്റർ അല്ലേ ഇവിടെ എടുത്തേ? ഇത് 3 അല്ലേ? ഇത് 3 സെൻറ്റിമീറ്റർ അല്ലേ എടുത്തേ? ഇനി അതെല്ലാം നമുക്ക് ഇവിടെ വേണമെങ്കിലും എടുക്കാം. ഇവിടുന്ന് എടുത്തിട്ട് ഈ അറ്റത്തോട്ടോ എവിടെ വേണമെങ്കിലും നമുക്ക് 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് എടുക്കാം. മനസ്സിലായോ? ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിൻ്റെ എൻഡ് പോയിന്റിലോട്ട് വന്നാൽ അതിൻ്റെ ഏരിയ എപ്പോഴും എത്ര ആയിരിക്കും നിങ്ങളെ? ഈ ത്രികോണത്തിൻ്റെ
ഏരിയ എപ്പോഴും സെയിം ആയിരിക്കും. എത്ര? ഈ 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതാണ് നമ്മുടെ ടെസ്റ്റിൽ ചെയ്തിട്ടേക്കുന്ന ഒരു കണക്ക്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാവും ഞാൻ ഇത് എഴുതിയത്. എക്സർസൈസ് ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് എക്സർസൈസ് വെറുതെ ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം ഇത് എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ എങ്ങനെ എക്സർസൈസ്, മനസ്സിലായോ? 10 മിനിറ്റ് എടുത്ത് ഈ ഒരു കണക്ക് ഞാൻ പഠിപ്പിക്കാം കേട്ടോ. ആദ്യം നമുക്ക് സൈഡും തന്നിട്ടുണ്ട്, ഏരിയയും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കുക. ഹൈറ്റ് കാണാൻ വെട്ടി ചെയ്യാൻ പഠിച്ചിരിക്കണേ കുഞ്ഞുങ്ങളെ. വെട്ടി ചെയ്യാനായിരിക്കും കൂടുതലും, അപ്പോൾ ചെയ്യാൻ എളുപ്പമുണ്ട്. എന്നിട്ട് നമ്മൾ വരയ്ക്കുക. ഓക്കെ ആണോ? ഇനി നമുക്ക് അതിനകത്തിലെ ഇപ്പം നമ്മൾ ആ ചെയ്തതാണ് കുഞ്ഞുങ്ങളെ. ഇത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇവിടെ നമ്മൾ 8 സെൻറ്റിമീറ്റർ എടുക്കുക. 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 3 സെൻറ്റിമീറ്റർ മേപ്പോട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. ആ 8 സെൻറ്റിമീറ്ററിലോട്ട് 8 സെൻറ്റിമീറ്റർ ഇവിടുന്ന് ഇവിടെ വരെയാണ് 8 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇതാണ് 3 സെൻറ്റിമീറ്റർ എടുത്തെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് അതിനെ ഇങ്ങോട്ട്, ഇതിൻ്റെ ഏരിയ എപ്പോഴും എന്തായിരിക്കും എന്നാ പറഞ്ഞേ? സെയിം ആയിരിക്കും. ഇതിൻ്റെയും 3 എണ്ണത്തിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. എന്നിട്ട് അതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാമെന്ന് അവർ കാണിച്ചിട്ടുണ്ട് കണ്ടോ. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് അതിനകത്തിൽ വരയ്ക്കാം. ഇതുപോലെ നിങ്ങൾ കളർ കൊടുക്കണം കേട്ടോ. അപ്പം നല്ല രസമായിരിക്കും കാണാൻ. എനിക്ക് സമയക്കുറവുണ്ടാവും നിങ്ങളെ കേട്ടോ. ഇനി അതുപോലെ അവരൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ നിങ്ങളെ? പാദം 9 സെൻറ്റിമീറ്ററും, ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ, പാദം മീൻസ് ബേസ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ എന്താ നിങ്ങളെ? ബേസ് 9 സെൻറ്റിമീറ്റർ, പരപ്പളം എന്ന് വെച്ചാൽ എന്താ? ഏരിയ 18 സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ. ത്രികോണം വരയ്ക്കാൻ. അപ്പോൾ ബേസ് എത്ര കുഞ്ഞുങ്ങളെ? 9 സെൻറ്റിമീറ്റർ ബേസും 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഹൈറ്റ് ഇവിടെയും തന്നിട്ടില്ല, ഉണ്ടോ? ഹൈറ്റ് തന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം കുഞ്ഞുങ്ങളെ? മുമ്പ് ചെയ്ത പോലെ തന്നെ ഹൈറ്റ് കണ്ടുപിടിക്കുക. എന്താ? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 1/2 ഇൻറ്റു ബി ഇൻറ്റു വെച്ചാണ്. അപ്പം നമ്മൾ ബേസ് നമുക്ക് എടുക്കാം. 9 ബേസ് എടുക്കാം അല്ലേ? ബേസ് ഇൻറ്റു എച്ച് കേട്ടോ. മുമ്പ് നമ്മൾ പറഞ്ഞല്ലേ 1/2 ഇൻറ്റു ബേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന 9 എടുക്കാം. പിന്നെ ഇത് ഇത്രയും കാണാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ എന്താ കുഞ്ഞുങ്ങളെ? 1/2 ഇൻറ്റു 9 ഇൻറ്റു എച്ച് ഈസിക്കൽ ടു 18. അപ്പോൾ 9 എച്ച്, 9 ഇൻറ്റു എച്ച് എന്ന് വെച്ചാൽ 9 എച്ച് ഈസിക്കൽ ടു ഈ ഈക്വൽ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റിൽ എഴുതണമെന്ന് ഞാൻ പറഞ്ഞില്ലേ 12. ഇതിനെ നേരെ തിരിച്ചിടണം. കാരണം ഇതിനെ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവന്നില്ലേ. നേരത്തെ ഈ ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടന്ന ആളിനെ ഈക്വലിൻ്റെ ലെഫ്റ്റിൽ കിടന്നതിനെ ഈക്വലിൻ്റെ വലത്ത് വശത്താണ് നമ്മൾ കൊണ്ടുവന്നത്. അതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ആൾ മാറി എന്താ? 1/2 എന്നുള്ളത് 2/1 ആയിട്ട് മാറും. അതൊക്കെ ഓർത്തോണേ കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഈ 9നെ 2 വെച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ വെട്ടി ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം നമുക്ക് വെട്ടി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ 2നെ 8 ആയിരുന്നെങ്കിൽ വെട്ടായിരുന്നു അല്ലേ? 10 ആയിരുന്നെങ്കിലും വെട്ടി ചെയ്യായിരുന്നു. പക്ഷേ 9 വെട്ടാൻ പറ്റാത്തത് കൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. 9 വെച്ച് 18 ഇൻറ്റു 1/2 എന്നുള്ളത് 2/1 ആയി. അപ്പം എന്താ? 18 ഇൻറ്റു 2 36. 18 ഇൻറ്റു 2 36. ഈ 9 ഇവിടെ ഡിവൈഡാണ്. 36/9 4. ഇത് കാണാതെ നിങ്ങൾ എല്ലാം അങ്ങ് ഒരാൾ പറഞ്ഞെന്നല്ല, ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ എച്ച് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ത്രികോണത്തിൻ്റെ എച്ച് തന്നിട്ടില്ലെങ്കിൽ കാണുന്നത് എങ്ങനെയാണ്? സൈഡും ഏരിയയും തന്നാൽ അതായത് പരപ്പളവും വശവും തന്നു കഴിഞ്ഞാൽ ഹൈറ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് ഇത് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ഇത് ചോദിക്കുന്നതാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഹൈറ്റ് കിട്ടി. നമ്മളോട് ബേസ് എത്ര കുഞ്ഞുങ്ങളെ? ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെയ്ത പോലെ തന്നെ അല്ല, ബേസ് എത്ര? 9 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ ചെയ്യേണ്ടത്? പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഹൈറ്റ് അല്ലേ? മുമ്പ് നമ്മൾ ചെയ്ത രീതി തന്നെ അങ്ങ് ചെയ്താൽ മതി. 4 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിന്നും നമുക്ക് അതിൻ്റെ എൻഡ് പോയിന്റിലോട്ട് മുമ്പ് ചെയ്ത അതേ രീതി തന്നെ ഹൈറ്റ് നമുക്ക് കിട്ടി. നമ്മൾ ചെയ്ത് ഹൈറ്റ് നമുക്ക് കിട്ടി. ബേസ് 9 കിട്ടി. പിന്നെന്താ? അവരെ തങ്ങളിൽ യോജിപ്പിച്ചാൽ പോരെ? കണ്ടോ? മനസ്സിലായോ? ഇനി നമ്മൾ ഇതിനെ ഒരു സമാന്തര വര വരയ്ക്കുക. മുമ്പ് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് വരച്ചില്ലേ? സെറ്റ് സ്ക്വയർ പോയോ? വരച്ചിട്ട് കണ്ടോ നിങ്ങളെ? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ഇത് 4 സെൻറ്റിമീറ്റർ കേട്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് നേരെ ഒരു വര വരയ്ക്കുക. ഇതിനേതാ? സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻ എന്നാ പറയുന്നത് അല്ലേ? ഇനി അതിനെ മുട്ടിച്ച് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വരയ്ക്കാം. ഈ എൻഡ് പോയി മുമ്പ് വരച്ചില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ എൻഡിലോട്ട് കൊണ്ടുവരാം.
കാരണം ഇതിൻ്റെ എല്ലാ ഏരിയ എന്തായിരിക്കും, സെയിം ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ദാണ്ട് ഇവിടെ വെച്ച് വരയ്ക്കാം. കണ്ടോ, മുമ്പ് ചെയ്തില്ലേ കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഇതിനകത്തിൽ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റുമോ അത്ര എണ്ണം നമുക്ക് വരയ്ക്കാവുന്ന, കണ്ടോ മുമ്പ് ചെയ്തില്ലേ അതുപോലെ തന്നെ. അതായത് നമുക്ക് ബേസും കിട്ടി ഹൈറ്റും കിട്ടിയെങ്കിൽ പിന്നെ എന്താ, ആ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ. ചെയ്യണേ, ഏതാണ്ട് ടെസ്റ്റിനകത്തിൽ അത് ഒത്തിരിയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അത്രയും സമയം കളയണ്ട, നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അടുത്ത് നോക്കൂ നിങ്ങളെ, പേജ് നമ്പർ 146 വശങ്ങളുടെ നീളം 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആയ ത്രികോണം വരയ്ക്കുക. എന്താ നിങ്ങളെ, വശങ്ങളുടെ നീളം 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുക, ഈ 3 സെൻറ്റിമീറ്റർ തരുമ്പോഴേ ഏറ്റവും വലിയ വശം, ഏറ്റവും വലിയ സെൻറ്റിമീറ്റർ ഏതാണെന്ന് വെച്ചാൽ അത് ബേസായിട്ട് അങ്ങ് വരയ്ക്കണം കേട്ടോ. ഏറ്റവും വലുത് ഇവിടെ ഏതാവും നിങ്ങളെ, 6 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം നമുക്ക് 6ൻ്റെ ഒരെണ്ണം അങ്ങ് വരയ്ക്കാം. 0 മുതൽ 6 വരെ. 0 മുതൽ പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വേണേ വരയ്ക്കാൻ. പേന വെച്ച് ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് തെളിച്ചം കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എത്ര, 6 സെൻറ്റിമീറ്റർ വരച്ചു. വശങ്ങളുടെ നീളം 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആയ ത്രികോണം വരയ്ക്കാനാണ്, അതായത് ട്രയാങ്കിൾ വരയ്ക്കാനാണ്. അപ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി എന്തോ ചെയ്യും, നമുക്ക് 4 സെൻറ്റിമീറ്റർ വരയ്ക്കണം, 6 സെൻറ്റിമീറ്റർ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും കുഞ്ഞുങ്ങളെ അറിയാമോ? നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് കേട്ടോ, സ്കെയിൽ എടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ, കാണാൻ പറ്റുന്നുണ്ടോ? സ്കെയിൽ എടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യുന്നറിയോ, 4 സെൻറ്റിമീറ്റർ എടുക്കുക. 0യിൽ കുത്തി വേണേ, 0യിൽ കുത്തിയിട്ട് 4 സെൻറ്റിമീറ്റർ താണ്ടെ, കാണാൻ പറ്റുന്നുണ്ടോ, 4 സെൻറ്റിമീറ്റർ കേട്ടോ. എന്നിട്ട് നമ്മൾ താണ്ടെ ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് കൊടുക്കുക. നമ്മൾ പിന്നെ പെൻസിലെ പിടിക്കല്ലേ കേട്ടോ, കാരണം അതിൻ്റെ മെഷർ മാറും. അതെ, ഇങ്ങോട്ടൊരു ആർക്ക്, വേണ്ടാത്തത് അങ്ങ് മായ്ച്ച് കളഞ്ഞാൽ മതി. ഒരാർക്ക് വരയ്ക്കുക കേട്ടോ, ഒരു ആർക്ക് വരയ്ക്കുക. കിട്ടുന്നുണ്ടല്ലോ. പിന്നെന്താ, പിന്നെ എത്ര, ഇപ്പം നമ്മൾ എത്ര വരച്ചത്, 4 അല്ലേ വരച്ചത്. ഇനി നമ്മൾ എത്ര എടുക്കണം, 5 സെൻറ്റിമീറ്റർ. നിങ്ങളെ 5 സെൻറ്റിമീറ്റർ സ്കെയിൽ, നിങ്ങൾക്ക് ഈ സ്കെയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. 0 മുതൽ ആദ്യം നമ്മൾ 4 എടുത്തു, പിന്നെ ഇപ്പം 5 എടുത്തു, 5 സെൻറ്റിമീറ്റർ കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് കൊടുക്കുക. കണ്ടോ, ഒരു ആർക്ക് കൊടുക്കുക. എന്നിട്ട് ഈ 2 എണ്ണം കൂടെ വന്ന് കൂട്ടി യോജിക്കുന്ന സ്ഥലത്തോട്ട് എന്ത് ചെയ്യുക, അതെ കണ്ടോ നിങ്ങളെ, ഇത് 2ഉം കൂടെ വന്ന് കൂട്ടി മുട്ടി ഒരു ബിന്ദു ഉണ്ടല്ലോ, അവിടെ പോയിന്റിലോട്ട് യോജിക്കുക. ഇതാണ് സംഭവം. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടാവും നിങ്ങളെ, ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. കണ്ടോ, ഇതാണ് സംഭവം. ഇതിൻ്റെ ഈ ആർക്ക് വന്നത് കണ്ടോ, 6. ഇനി എന്തോ ചെയ്യാനാണ് പറഞ്ഞതെന്നറിയോ, അതിൻ്റെ മണ്ടയ്ക്ക് കൂടി എന്താണ്, ഒരു സമാന്തര വര വരയ്ക്കാനാണ് പറയുന്നത്. എന്താ നിങ്ങളെ, ഒരു സമാന്തര വര വരയ്ക്കുക. അതായത് ഇവിടെ അപ്പോൾ എത്ര, ഒരു സമാന്തര വര വരയ്ക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് ഇവിടെ എത്ര ആയിരിക്കും വരുന്നത് നോക്കിക്കേ, ഹൈറ്റ് 3 ആയിരിക്കും അല്ലേ. പക്ഷെ ഹൈറ്റ് നമ്മളോട് ചോദിച്ചായിരുന്നു, ഹൈറ്റ് ഇത് വേറെ കണക്കല്ലേ. വശങ്ങളുടെ നീളം 3 4 5 6ൻ്റെ ഇല്ല, ടെസ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കണക്കായിരുന്നു. അല്ല, ടെസ്റ്റിലാണ്ട് ഈ കണക്കാട്ടോ. 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ നിങ്ങൾ ആർക്ക് ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കുമെന്ന് കേട്ടോ. കണ്ടോ, മനസ്സിലായല്ലോ. ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി അതിൻ്റെ മണ്ടയ്ക്ക് കൂടി കണ്ടോ. ഇനി ഇതിനകത്തിലേ നമുക്ക് ഒരു മട്ട ത്രികോണം വരയ്ക്കാൻ ഇതിനകത്ത് തന്നെ, ഇപ്പം ഇവിടെ നമ്മൾ 6 എടുത്തെങ്കിൽ നിങ്ങൾ ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം കേട്ടോ നിങ്ങളെ. ഈ ഇതിനകത്ത് മട്ട ത്രികോണം വരയ്ക്കുന്നത്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുന്നത് ഇവിടെ 6 എടുത്തെങ്കിൽ നമ്മൾ വീണ്ടും ഒരു 6 സെൻറ്റിമീറ്റർ കൂടെ നീട്ടി വരയ്ക്കുക. നോക്കണേ നിങ്ങളെ, ഇവിടെ 6 സെൻറ്റിമീറ്റർ എടുത്തെങ്കിലേ ഒരു 6 സെൻറ്റിമീറ്ററും കൂടെ നീട്ടി വരയ്ക്കുക. മനസ്സിലായോ? 6 സെൻറ്റിമീറ്റർ എന്താണെന്നറിയാം. അതാണ്ട് ഇവിടുന്ന് നേരെ ഒരു വര വരയ്ക്കുക. എന്താണ് ഈ മട്ട ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയോ, 90 ഡിഗ്രി. അതാണ്ട് ഈ കട്ട 90 ഡിഗ്രി വരുന്നതാണ്. ഒരു വശം എപ്പോഴും എത്രയായിരിക്കും, 90 ഡിഗ്രി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇത് രണ്ടും കൂടി അങ്ങ് യോജിപ്പിക്കുക. അത്രയേ ഉള്ളൂ. ഇത് പറയുമ്പോഴാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തിൽ പറയാനുണ്ട്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങളെ, ഇവിടെ ഇതൊരു ത്രികോണമാണ്. ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഇതിൻ്റെ അതേ ഏരിയ, ഈ അതേ ഏരിയ വരുന്ന ഒരു മട്ട ത്രികോണം വരച്ചേക്കുവാണിത്.
അതേ ഏരിയ വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണെന്ന്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ, ഒരു വശം എന്തായിരിക്കും പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ നേരെ ലംബം അല്ലേ, നേരെ ഇരിക്കുന്നത്. ഇതൊക്കെ നോക്കിയാൽ ചരിഞ്ഞ് അങ്ങോട്ടും ഇത് വശം നോക്കി നേരെ ഒരു വശം എന്തായിരിക്കും 90 ഡിഗ്രി ആയിരുന്നു, നേരെ ഇരിക്കുന്നതിനെയാണ് മട്ടത്രികോണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പിടികിട്ടിയോ? ഇനി ഇതുപോലെയാണ് നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് കേട്ടോ. അത് ഞാൻ ചെയ്തിട്ടേക്കുന്ന കാണിക്കാം. വശങ്ങളുടെ നീളം 3, 4, 6 സെൻറ്റിമീറ്റർ ആയ ഒരു ത്രികോണം വരയ്ക്കുക. എത്രയ്ക്കാണ് മുമ്പ് നമ്മൾ 4, 5, 6 അല്ലേ, ഇനി 3, 4, 6 സെൻറ്റിമീറ്റർ ആയ ഒരു ഇംഗ്ലീഷുകാർക്ക് എങ്ങനെയാവും നിങ്ങളെ ഇതിൻ്റെ നീളം അല്ലേ, ലെങ്ത് തന്നിട്ടുണ്ട് എത്ര അല്ലെ, സൈഡ് തന്നിട്ടുണ്ട് 3, 4, 6 അല്ലേ. ഇതിൻ്റെ ട്രയാങ്കിൾ വരയ്ക്കാനാണ്. ഇതിൻ്റെ ഏരിയ 3 വ്യത്യസ്ത മട്ടത്രികോണം ഏരിയ അല്ല, ഇതേ പരപ്പുള്ള ഏരിയയാണ് പരപ്പുള്ളതെന്ന് വെച്ചാൽ ഏരിയ 3 വ്യത്യസ്ത മട്ടത്രികോണം. അതായത് നിങ്ങളുടെ എക്സർസൈസ് ലാസ്റ്റിലത്തെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് എങ്ങനെ വരയ്ക്കുമെന്നാണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ. ഇതിനകത്തിലെ ഏറ്റവും വലുത് ഏതാന്ന് വെച്ചാൽ അത് ആദ്യമേ വരയ്ക്കുക. ഏതാ? 3, 4, 6. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ബേസ് വരയ്ക്കുക. എന്താ നിങ്ങളെ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ബേസ് വരയ്ക്കുക. ഞാനിവിടെ ചെയ്തിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? 6 സെൻറ്റിമീറ്റർ ആണേ, മറക്കല്ലേ. 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു ബേസ് വരയ്ക്കുക. പിന്നെ എത്രയൊക്കെ വെച്ചേ? 3 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും. അപ്പോൾ നമ്മൾ സ്കെയിലും പെൻസിലും എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഇവിടെ വെച്ചിട്ട് കേട്ടോ, ഇങ്ങനെ വരയ്ക്കുക. 3 പെൻസിൽ ഒരിക്കലും നീളമുള്ള വെക്കല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതേ കിട്ടിയുള്ളത് കൊണ്ടാണ്ട് എപ്പോഴും കോമ്പസിനകത്തിൽ കോമ്പസിനെക്കാട്ടും ചെറിയതാണ്ട് ഇത്രയുള്ള പെൻസിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണുമല്ലോ ഇഷ്ടം പോലെ, എപ്പോഴും അത്രയും ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ നമ്മുടെ കൈ തട്ടി ഇതിൻ്റെ മെഷർ മാറും. അതുകൊണ്ട് എപ്പോഴും എന്താ ചെറിയ പെൻസിലേ ഇടാവും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് എത്ര ആവും നിങ്ങളെ? കോമ്പസ് വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും, ഇവിടെ നോക്കിയേ കോമ്പസിൽ എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് എടുത്തിട്ട് സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എന്താ ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക കണ്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടും, എന്നിട്ട് രണ്ടും കൂടി ചേരുന്ന സ്ഥലം എവിടാണ്? രണ്ടും കൂടെ ചേരുന്ന സ്ഥലം കണ്ടോ. ആ സ്ഥലം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അത് 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും സ്കെയിൽ വെച്ച് വരയ്ക്കുക. സ്കെയിൽ വെച്ച് ആർക്കാണ് വരയ്ക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടെ ചേരുന്ന ഭാഗം എന്ത് ചെയ്യുക? നമ്മളൊരു എന്ത് ചെയ്യുക? പാരലൽ ലൈൻ അല്ലെങ്കിൽ സമാന്തര വര വരയ്ക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുമ്പ് ഞാൻ പറയണ്ടു, ഇവിടെ 6 എടുക്കുന്നതെങ്കിൽ ആ 6 തന്നെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ഇനി ഇവിടെ നമ്മൾ 3 എടുത്തതെങ്കിലോ, ഈ 3 തിരിച്ച് 3 എടുത്തെങ്കിൽ ഇങ്ങോട്ടും 3 വരയ്ക്കുക. ഇനി 4 നമ്മൾ ഇവിടെ എടുത്തത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു 6 എടുക്കുന്നതാണ് സൗകര്യം എന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് 4 എടുത്താലും കുഴപ്പമില്ല, 3 എടുത്താലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണം കേട്ടോ. അവിടെ 6 എടുത്തെങ്കിൽ ഇവിടെ എത്ര? 6 സെൻറ്റിമീറ്റർ എടുക്കുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അവിടെ 6 ആണെങ്കിൽ ബേസ് 6 ആണെങ്കിൽ ഇവിടെയും 6 തന്നെ ബേസ് എടുക്കുക. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ വരച്ച ആ പാരലൽ ലൈൻ എന്ന് വെച്ചാൽ ഈ സമാന്തര വരയ്ക്ക് നേരെ വരയ്ക്കുക. നേരെ വരയ്ക്കുന്നതിന് എന്ത് പറയുന്നത്? മട്ടത്രികോണം അല്ലേ. അപ്പോൾ നമ്മളെന്താ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? 1 ആയിരിക്കുമെന്ന്. ഓക്കെ ആണോ? അതേപോലെ ആ രീതിയിൽ വേറെയും വരയ്ക്കാനാണ്. എന്താ എന്ന് വെച്ചാൽ 3 വ്യത്യസ്ത മട്ടത്രികോണം വരയ്ക്കാനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം താഴെ 6 വരച്ചേ. ഇനി നമുക്ക് താഴെ 3 വരയ്ക്കാം. മനസ്സിലായോ നിങ്ങളെ? താഴെ 3 മനസ്സിലാവുന്നുണ്ടോ? 3, 4, 6 സെൻറ്റിമീറ്റർ ഉള്ള വരയ്ക്കാനാണ്. അപ്പം നമ്മൾ താഴെ 6, ലെഫ്റ്റ് 3, റൈറ്റ് 4 വരച്ചു. ഇനി നമ്മളേതാ? താഴെ 3, ലെഫ്റ്റ് 4, റൈറ്റ് 6 എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ അത് വരച്ചെന്ന് വിചാരിച്ചാൽ അത് തന്നെ ആവണമെന്നൊന്നുമില്ല. നോക്കിക്കേ, 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ബേസ് വരച്ചു കേട്ടോ. 3 സെൻറ്റിമീറ്റർ. പിന്നെ നമ്മൾ സ്കെയിലും പെൻസിലും എടുത്തിട്ട് എന്ത് ചെയ്യുക? 4 സെൻറ്റിമീറ്റർ ഒരു ആർക്ക്, അടുത്ത 4 അല്ലേ, 4 സെൻറ്റിമീറ്റർ ഒരു ആർക്ക് വരയ്ക്കുക. പിന്നെ ഇവിടെ കുത്തിയിട്ട് 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരയ്ക്കുക. ഇത് രണ്ടും കൂടി വന്ന് ചേരുന്ന സ്ഥലത്ത് ഒരു കുത്തു കൊടുത്തിട്ട് അവിടോട്ട് എന്ത് ചെയ്യുക? അവിടോട്ട് അതായത് ഇത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ എടുത്തു. 4 മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് എളുപ്പം കേട്ടോ. നമ്മൾ ഈ ആദ്യമൊക്കെ വിചാരിക്കും ഇത് എന്തുവാന്ന്, പക്ഷേ 1-2 ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പടപടാന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. കാരണം എന്താ, നമുക്ക് ഇത് തന്നിട്ടുണ്ട് 3, 4, 6 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കിയ 3 വരയ്ക്കുക. സ്കെയിലും പെൻസിലും ഉണ്ടെങ്കിൽ അടുത്ത 2 വശങ്ങൾ ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് വന്ന് നിൽക്കുന്ന സ്ഥലത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സമാന്തര വര അല്ലെങ്കിൽ പാരലൽ ലൈൻ കൊടുക്കുക. അതായത് എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ അടിഭാഗം എപ്പോഴും ഓർത്തണം, 3 കൊടുത്തതെങ്കിൽ ഇങ്ങോട്ട് എന്ത് ചെയ്യുക? 3 തന്നെ കൊടുക്കാവൂ കേട്ടോ. ഇനി 4 കൊടുത്തതെങ്കിൽ താപ്പോട്ട് 4 കൊടുക്കുക
ഇവിടെ നമ്മൾ 3 ആയതുകൊണ്ട് 3. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, നേരെ വരയ്ക്കുക. എന്ത് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയ എപ്പോഴും എന്തായിരിക്കും, ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് കേട്ടോ. ഏരിയ എപ്പോഴും സെയിം ആയിരിക്കുമെന്ന്, ആണോ അല്ലയോ? ഇനി അതുപോലെ തന്നെ എന്താ, ഇപ്പോൾ ആദ്യത്തേൻ്റെ 6 അടിഭാഗം വരച്ചു, പിന്നെ 3 വരച്ചു, ഇനി എത്ര, 4. ഇവിടെ 4 വരയ്ക്കുക. പിന്നെ ഇവിടെ എത്ര നിങ്ങൾ 4, 3 അല്ലേ, 3 വരയ്ക്കുക. ഇവിടെ 6 വരയ്ക്കുക. എന്നിട്ട് സമാന്തര വര വരയ്ക്കുക. ആ സമാന്തര വരയിൽ ഇവിടെ 4 എടുത്തെങ്കിൽ ഇവിടെയും 4 സെൻറ്റിമീറ്റർ എടുക്കുക. എന്താ, നേരെ താപ്പോട്ട് വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ലംബം ഇല്ലേ, 90 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയ സെയിം ആയിരിക്കുമെന്ന് പിടികിട്ടിയോ? അങ്ങനെ ആണെങ്കിൽ ലാസ്റ്റ് നോക്കൂ നിങ്ങളെ, 2 വശങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റി. ഇനി നോക്കിയാൽ 2 എണ്ണം തന്ന് 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും. പരപ്പളവ് എത്ര നിങ്ങളെ, 12 സെൻറ്റിമീറ്ററും കേട്ടോ. പരപ്പളവ് 12. അപ്പോൾ നമുക്ക് എന്താ, ഇവിടെ നമുക്ക് ഹൈറ്റ് തന്നിട്ടില്ല. ത്രികോണമായാൽ എന്ത് വേണം, ഹൈറ്റ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹൈറ്റ് കണ്ടുപിടിക്കണം കേട്ടോ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എന്താവും നിങ്ങളെ, 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് അല്ലേ. ഇപ്പം നമുക്ക് 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് തന്നിട്ടില്ല. അപ്പം നമ്മൾ ആദ്യമേ 8 സെൻറ്റിമീറ്റർ ബേസ് വെച്ചിട്ട് വരയ്ക്കാം. ആദ്യം എത്ര, 8 സെൻറ്റിമീറ്റർ. 2 നീളം തന്നിട്ടുണ്ട്, 8 തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. പക്ഷേ ഇത് എവിടൊക്കെയാണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, ആദ്യമേ 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ബേസ് വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ വെച്ച് നമുക്ക് ചെയ്യാം. ആദ്യമേ അതിൻ്റെ ചെയ്യാം. നോക്കിക്കേ, ബി ഇൻറ്റു എച്ച് 12 ആണ് കേട്ടോ. പിന്നെ ബേസ് നമ്മൾ 8 ആണ് എടുത്തത്. മുമ്പ് ചെയ്ത അതേ രീതി തന്നെ വരുമ്പോൾ നമുക്ക് എത്ര, 3 കിട്ടും. ഇവിടെ ഞാൻ എന്താ 8നെ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ചെയ്തു. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെട്ടി ചെയ്യാൻ പറ്റുന്ന, കാരണം 8 അല്ലേ, 8നെ നമുക്ക് വെട്ടി ചെയ്യാൻ പറ്റും. അതിന് എങ്ങനെ ചെയ്താലും 3 കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അതെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? കണ്ടോ, ഇതിനകത്തിൽ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത് ആ രീതി ഉപയോഗിക്കുക. രണ്ടായാലും ആൻസർ 3 വരും. അപ്പോൾ എന്താ ഈ ആൻസർ എന്ന് വെച്ചാൽ, ഹൈറ്റ് 3 വന്നു. മനസ്സിലായോ? ഹൈറ്റ് 3 വന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും, മുമ്പ് നമ്മൾ പറഞ്ഞ രീതി വെച്ച് എങ്ങനെ ചെയ്യും നിങ്ങളെ, ഹൈറ്റ് 3 വരണം അല്ലേ, ഹൈറ്റ് 3 വരണം. ഓക്കെ, നമ്മൾ അതിൻ്റെ നേരെ ഹൈറ്റ് 3 അതെ, ഹൈറ്റ് നമ്മൾ 3 വെച്ച് ഇങ്ങനെ വരയ്ക്കുക. ഹൈറ്റ് അത് ഇത്രയും വന്നു അല്ലേ, ഈ ഹൈറ്റിൽ 3 വന്നു. പക്ഷേ ഇത് എവിടോട്ടൊക്കെ എങ്ങനെയൊക്കെ വരയ്ക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം നീളം 8 സെൻറ്റിമീറ്റർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. മറ്റേത് എന്താ പരപ്പളമാണ് തന്നത്. ഇത് എങ്ങോട്ടൊക്കെ വരയ്ക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു സൈഡ് ഇത് ഈ സൈഡാണോ ഈ സൈഡാണോ 6 സെൻറ്റിമീറ്റർ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഒരു 6 സെൻറ്റിമീറ്റർ വരയ്ക്കാം. 0യിൽ വെച്ചിട്ട് 6 സെൻറ്റിമീറ്റർ വേണ്ടേ, ഇവിടെ വെച്ചിട്ട് ഒരു 6 സെൻറ്റിമീറ്റർ വരയ്ക്കാം കേട്ടോ. എത്ര നിങ്ങളെ, 6 സെൻറ്റിമീറ്റർ ഹൈറ്റ് നമുക്ക് കിട്ടിയല്ലോ. എത്ര, 3 ആണല്ലേ. അപ്പം നമുക്ക് അവിടെ ആ 3ൻ്റെ അവിടെ എന്താണെന്നറിയോ, 3 വരെയല്ലേ ഉള്ളൂ. അവിടെ നമുക്കൊരു പെർപെൻഡിക്കുലർ പാരലൽ ലൈൻ വരയ്ക്കാം. കാരണം അവിടെ വരെ ഉള്ളൂ. മനസ്സിലായോ നിങ്ങളെ? ഇല്ലെന്നായിരിക്കും പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ബേസ് നമുക്ക് 8 തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? നമ്മളാണെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിച്ചു 3 ആണ്. അപ്പം നമ്മൾ ആ ഹൈറ്റ് 3 വരച്ചു. ഓക്കെ ആണോ? ഹൈറ്റ് 3 വരച്ചു. എന്നിട്ട് ആ ഹൈറ്റിൻ്റെ അവിടെ വെച്ച് നമ്മളൊരു സമാന്തര വര അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ആ 6 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസ് ഉപയോഗിച്ചിട്ട് ഒരു ആർക്ക് വരച്ചു. കണ്ടോ, അതെങ്ങോട്ടാന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് കോമ്പസ് വെച്ച് ആർക്ക് വരച്ചത്. അത് നമ്മൾ എന്താ ഇങ്ങോട്ട് വരച്ചു. കണ്ടോ, 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് കിട്ടി, 6 സെൻറ്റിമീറ്റർ കിട്ടി. ഇവിടെ 3 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ഇതങ്ങ് യോജിപ്പിക്കാം. ഇവിടെ അളവില്ല കേട്ടോ, കാരണം എന്താ 6 സെൻറ്റിമീറ്റർ കണ്ടോ. ഫസ്റ്റ് നമുക്ക് കിട്ടി 6 സെൻറ്റിമീറ്റർ നീളവും കിട്ടി, നീളമല്ല ഈ അടുത്ത സൈഡും കിട്ടി. ഇവിടെ 8, 3 ഹൈറ്റും കിട്ടി. ഹൈറ്റാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ്ട് ഈ ഹൈറ്റ് ഇതാണ്ട് ഇവിടെ വെച്ചിട്ടും ഹൈറ്റ് വേണേൽ കാണരുതോ? ഇല്ലയോ നിങ്ങളെ, ഹൈറ്റ് ഇവിടെ കാണരുതോ? അതുകൊണ്ട് ഇതും ഹൈറ്റ് അല്ലേ, ഇവിടെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നാലും അത് ഹൈറ്റാണ് അല്ലേ. ഇവിടെ ഇങ്ങനെ വന്നാലും എന്താ, ഇതെല്ലാം 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി അവർ പറഞ്ഞ എന്താണെന്നറിയോ, 6 എന്താ വേറെ ഒന്നിൽ കൂടുതൽ 2 വശം എന്താ ചോദ്യം പറഞ്ഞിരിക്കുന്നത്,
രണ്ട് വശങ്ങളുടെ നീളം 8 സെൻറ്റി 6 സെൻറ്റി പരപ്പളവ് 12 സെൻറ്റിമീറ്ററും ആയ വ്യത്യസ്ത ത്രികോണം വരയ്ക്കാം. പരപ്പളവ് 24 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാലോ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങളെ, ഇവിടെ നമ്മൾ 6 സെൻറ്റിമീറ്റർ ഒരു വശം വരച്ചു അല്ലേ, 3 സെൻറ്റിമീറ്റർ വീതി വരച്ചു. ഇനി 6 സെൻറ്റിമീറ്റർ വെച്ച് വരയ്ക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് അല്ലേ. 6 സെൻറ്റിമീറ്റർ വരുന്ന പറ്റുമോ നോക്കാം നിങ്ങളെ. 6 അല്ലേ, അതെ ഇവിടെ വെച്ചിട്ടേ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. സ്ഥലം കിട്ടുന്നുണ്ടോ? അതിൻ്റെ ഇങ്ങോട്ട് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇങ്ങി വരും കേട്ടോ. അതായത് ഇങ്ങനെ നമ്മളെ ഈ വര നേരെ പോകുമ്പോഴേ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ സ്ഥലം തികയാഞ്ഞതുണ്ടാവും ഞങ്ങളെ അത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് 6 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് ഇവിടോട്ട് വരുന്നുണ്ട് കേട്ടോ. 6 സെൻറ്റിമീറ്റർ കേട്ടോ. അതായത് ഇവിടെ നമ്മൾ ഈ പോയിന്റിൽ നിന്നും 6 സെൻറ്റിമീറ്റർ തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും 6 സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുത്തെയും ഹൈറ്റ് എത്രയായിരിക്കും നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെയും എത്ര ഹൈറ്റ് എത്രയൊക്കെ ആയിരിക്കും നിങ്ങളെ? 3 ആയിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങ് വരെ വന്ന് ഇവിടെയാണെങ്കിലും എത്രയായിരിക്കും? 3 ആയിരിക്കും കേട്ടോ. അതെപ്പോഴും ഓർത്തോണേ, ഇവിടെ എല്ലാം ഹൈറ്റ് 3 ആയിരിക്കും. അപ്പം നമുക്ക് ഇത് നല്ലതുപോലെ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഹൈറ്റ് അതായത് 8, 6 ഈ ഒരു 6 തന്നെ നമുക്ക് ഇങ്ങോട്ടും, കാരണം എന്താ ഇവിടെ ഈ ഒരു വരയും തമ്മിലുള്ള അകലം 3 ആണ്, അതായത് ഹൈറ്റ് 3 ആണ്. അപ്പം നമുക്ക് 6 ഇതിൽ നിന്നും ഇങ്ങോട്ടും വരയ്ക്കാം, ഇങ്ങോട്ട് രണ്ടെണ്ണം വരയ്ക്കാൻ പറ്റും കേട്ടോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കൂ ഞാൻ. അപ്പം ഇതുപോലെ ഒരെണ്ണോടെ ചോദിച്ചിട്ടുണ്ട്. 24 പരപ്പളവ് ഏരിയ 24 വരുന്ന ഒരെണ്ണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങളെ? ഏരിയ 24 അല്ലേ, പരപ്പളവ് 24 വരുന്ന ഒരെണ്ണം ചെയ്യാനും കൂടെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സെയിം ഇത് തന്നെ 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ. 1/2 ഇൻറ്റു ബി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? അതും ഇതുപോലെ തന്നെയാണ് അല്ലേ. 8 ഇൻറ്റു എച്ച് ഈസിക്കൽ ടു 24 പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 ഇൻറ്റു 8 നമുക്ക് വെട്ടരുതോ നിങ്ങളെ? 4, 2, 8 അല്ലേ. 4, 2, 8. അപ്പം നമുക്ക് എങ്ങനെ പറയും? 4 ഇൻറ്റു എച്ച് ഈസിക്കൽ ടു 24. അപ്പോൾ എച്ച് ഈസിക്കൽ ടു 24/4 ഈസിക്കൽ ടു 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് നമുക്ക് എത്ര? 5 കിട്ടി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇതും ചെയ്തുകൂടായോ? അതായത് 8 സെൻറ്റിമീറ്റർ നീളത്തിൽ വരച്ചോണേ കേട്ടോ. ഞാൻ വരയ്ക്കുക എന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത് ആവുന്ന വീഡിയോ. 8 സെൻറ്റിമീറ്റർ നീളത്തിൽ നിങ്ങളൊരു വര വരയ്ക്കുക. എന്താ കേട്ടോണം? 8 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര, ഞാനുണ്ട് 8 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. 6 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എന്താ ഹൈറ്റ് പറഞ്ഞത് കേട്ടോ. ഹൈറ്റാണ് ഹൈറ്റ്. ഇനി എന്താ നമുക്ക് ഈ സൈഡിൽ നിന്നും എത്രയൊക്കെയാണ് വരയ്ക്കേണ്ടത്? നമ്മൾ ഇതുപോലെ ഈ മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെ കേട്ടോ. എങ്ങനെയൊക്കെയാ? എത്രയൊക്കെയാവും നിങ്ങൾ? ഇവിടെയും എത്ര? 6 അല്ലേ തന്നിരിക്കുന്നത്? അങ്ങനെ വെച്ച് ചെയ്തോണം. എന്നൊക്കെ ഞാൻ കാണിക്കാമേ. ഇവിടെ നോക്കണേ കുഞ്ഞുങ്ങളെ, ഇവിടുത്തെ ഹൈറ്റ് എത്ര പറഞ്ഞത്? 6 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇവിടുത്തെ നമ്മളോട് ഈ സൈഡ് അങ്ങോട്ട് വരയ്ക്കാൻ പറഞ്ഞത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 2 6 വന്നാൽ എന്താ? അതൊരു മട്ട ത്രികോണമായിട്ട് മാറും കേട്ടോ. ഇത് ഹൈറ്റാണേ, ഹൈറ്റ്. അപ്പോൾ ഇതെന്താ കുഞ്ഞുങ്ങളെ? 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു മട്ട ത്രികോണമായിട്ട് മാറും കേട്ടോ. മട്ട ത്രികോണം ആകുമ്പോൾ നമുക്ക് ഒരെണ്ണേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. മട്ട ത്രികോണം വന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കിട്ടിയ ഏരിയ എത്ര കുഞ്ഞുങ്ങളെ? ഏരിയ 6 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ? മട്ട ത്രികോണമായിട്ടാണ് മാറുന്നതെന്ന് ഓർത്തോണം കേട്ടോ. മട്ട ത്രികോണം എന്ന് വെച്ചാൽ ഒരു സൈഡ് എപ്പോഴും എന്താ, ഈ വര ഞാൻ ഡോട്ടിട്ട് വരയ്ക്കണ്ട കേട്ടോ. ഹൈറ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പേന വെച്ച് വരച്ചതാണ്. അപ്പോൾ അത് നോക്കണ്ട, ഹൈറ്റാണ്. അപ്പോൾ ഇവിടെ കേട്ടോ, ഇതൊരു മട്ട ത്രികോണം എന്ന് വെച്ചാൽ എന്താ? ഒരു സൈഡ് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. അപ്പം ഇത് ഓർത്താൽ മതി. 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ചരിച്ച് വരയ്ക്കാനുള്ളതും 6 ആയിരുന്നു അല്ലേ. അപ്പോൾ 2ഉം 6 ആണ്. അതുകൊണ്ട് എന്താണ്? ഇതൊരു മട്ട ത്രികോണമാണെന്നാണ് പറയുന്നത്. മട്ട ത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിത് കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ പറ. ലാസ്റ്റിൽ ഒരു ഇച്ചിരി സ്പീഡായി പോയി കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ കാരണം ലെങ്ത് കൂടുതലുണ്ട്. ഓക്കെ, താങ്ക് യു കുഞ്ഞുങ്ങളെ, താങ്ക് യു.